നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താ അത് ഭയങ്കര വയറുവേദന രാവിലെ നമ്മള് ബാത്റൂമിൽ പോകുമ്പോഴും മലയൊക്കെ ഭയങ്കര കറുപ്പ് കളർ, മൂത്രമൊക്കെ മഞ്ഞ കളർ. അപ്പൊ ഒന്ന് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ബ്ലഡ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. പേരെന്തായിരുന്നു? ഫൈസല്. ഓക്കെ, ഫൈസല് അല്ലേ? ഫൈസലിന് എത്ര വയസ്സായി? 38 അല്ലേ? ഇപ്പൊ നിലവിൽ എന്താ പ്രശ്നമുള്ളത്? നിലവിൽ തന്നെ ഈ വയറിന്റെ ഈ രണ്ട് സൈഡും ഭയങ്കര. ഈ സൈഡാണോ ആ സൈഡാണോ? രണ്ട് സൈഡും ഉണ്ട്. ഇതിപ്പോ എത്ര നാളായി തുടങ്ങി? ഒരു ആവറേജ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1 വീക്ക് കഴിഞ്ഞു. 1 വീക്ക് ഞാൻ വിചാരിച്ചത് ഫുഡിന്റെ എന്തെങ്കിലും പ്രശ്നമാവും വിചാരിച്ചിട്ട് വെച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചിരുന്നോ? ഇല്ല, പുറത്തുനിന്നുള്ള ഫുഡുകൾ വളരെ കുറവാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. കല്യാണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഒരാഴ്ചയായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരാഴ്ചക്ക് മുൻപ് ഏതെങ്കിലും കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ശോധനയും കാര്യങ്ങളൊക്കെ അതാണ് ശോധനയിൽ ഇപ്പൊ ചെറിയൊരു കളർ കാണുന്നുണ്ട്. കറുപ്പ് കളർ കാണുന്നുണ്ട്. ബാക്കി വേറെ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല, ഇതന്നെ പ്രശ്നമുള്ളൂ വയറിന്റെ. ഒന്ന് പരിശോധിക്കട്ടെ. എന്തെങ്കിലും മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഈ പ്രഷറിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത് ടെസ്റ്റ് ചെയ്തത്? അന്ന് രാവിലെ. ഇതിലിപ്പോ SGOT ഒക്കെ കുറച്ച് കൂടുതലാണ്. ലിവർ ഫാറ്റിന്റെ ഒരു ഇത് നമുക്ക് കാണുന്നുണ്ട് ഇതിൽ കേട്ടോ. അപ്പോ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാ? വ്യായാമം ചെയ്യാറുണ്ടോ? കുറവാണ്, നടത്തൊക്കെ കുറവാണ്. ചെയ്യണ്ടേ? പിന്നെ എന്താ പറയാ, മറ്റേ മട്ടനും ബീഫൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നതിനോട് അത്ര നല്ലതല്ല. ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ മട്ടനും ചിക്കനും ഒക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ വ്യായാമം ചെയ്യണം. രാവിലെ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ശരീരം വേർക്കുന്ന തരത്തിൽ ഒന്ന് നടക്കുന്നത് നല്ലതാണ്. രാവിലെയും വൈകിട്ടും ഒന്ന് നടക്കുക. രാവിലെ ഒരു 6 മണിയോട് കൂടിയിട്ട് ആ ഒരു ഇതൊക്കെ ഒന്ന് നടക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒന്നുകൂടി ഒന്ന് വന്ന് കാണണം. ഞാനിപ്പോ തൽക്കാലം 2-3 ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എഴുതാട്ടോ. പിന്നെ മറ്റു ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പുകവലിക്കുക അങ്ങനെ കുറവാണ്, പക്ഷെ ചെറിയ മദ്യപാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ദിവസങ്ങളാണ്? ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിക്കുന്നു? എല്ലാ ദിവസവും വൈകുന്നേരം പരിപാടി. വൈകുന്നേരം എല്ലാ ദിവസവും ചെറുത് മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ 2 ഷെയർ ഇട്ടിട്ട് ഇങ്ങനെ. ചെറുത് എത്രയുണ്ട്? ഒരു 1/2 എടുക്കും ഞങ്ങള്. ഞാനും ഷാജിയും കൂടിയിട്ടാണ് എടുക്കുക. കൂട്ടുകാരനാണ് ഷാജി. ഓക്കെ. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാന് ഗ്യാസിന്റെയും അതുപോലെ തന്നെ ഒരു വേദനയുടെയും ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നോർമൽ ആവാൻ വേണ്ടിട്ട് 2-3 ടാബ്ലറ്റും കൂടി എഴുതുകയാണ്. അപ്പൊ എല്ലാം കറക്റ്റ്, എത്ര നേരത്തിനുള്ള കറക്റ്റ് കഴിക്കുക. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇനി മദ്യം കൈകൊണ്ട് തൊടരുത്. മനസ്സിലായല്ലോ? ഇത് വാക്കായിരിക്കണം. ഇനി കൈകൊണ്ട് ആ സാധനം തൊടാനേ പാടില്ല കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിതിൽ 2-3 ടെസ്റ്റുകൾ എഴുതാം. ഇപ്പുറത്തെ എഴുതാട്ടോ ടെസ്റ്റ്. ഈ 2-3 ടെസ്റ്റുകൾ എഴുതിയത് ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് വരും കേട്ടോ. അപ്പൊ മറക്കണ്ട, മുതല് മദ്യം കൈകൊണ്ട് തൊടാൻ പാടില്ല കേട്ടോ. ഈ മരുന്നുകൾ വാങ്ങിച്ചോളൂ കേട്ടോ. ശരി. നല്ല സാധനങ്ങളോടാ ഒഴിച്ചോക്ക്. ഉണ്ടെങ്കിൽ എങ്ങനത്തെ അടിക്കാൻ പറ്റുള്ളൂ. ഒഴിക്ക് കുറച്ച് ചോദിച്ചാ മതിട്ടാ. നമ്മളെപ്പോഴും കട്ടക്കൽ അടിക്കണം. ദേശം ചോദിക്കണേ, കുറച്ച് ചോദിച്ചാ. നല്ല സാധനം, ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതറിയില്ല, കേറുന്നതല്ല, ഇത് ബെക്കാടല്ലേ. സൈക്കിൾ പോണ വരി പോകും. ശരിയാ. നിക്ക് മോനെ, വേറൊരു കാര്യണ്ട്. ഇന്ന് രാവിലെ ഡോക്ടറെ അടുത്ത് പോയിണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞുള്ളത് മദ്യം കൈകൊണ്ട് തുടരുന്നാ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് അടി. ഗ്ലൗസുമ്മലാണ് ഇന്റെ അടി. അപ്പൊ ചേച്ചി